ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷംനാസ് കിച്ചൻ മാജിക്. വീട്ടിൽ ഓട്സ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ. ഇതൊരു ചിക്കൻ റെസിപ്പി ആണെങ്കിൽ പോലും ചിക്കൻ ഇല്ലാതെയും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് ചിക്കൻ ഷോർബ റെസിപ്പിയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു കടായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കൈവശം ബട്ടർ ഇല്ല എങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. കറുവ 2 കഷ്ണം, പിന്നെ ഗ്രാമ്പൂ 2 കഷ്ണം, 2 കഷ്ണം ഏലക്ക അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു പകുതി സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ബീൻസ് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു ചിക്കൻ റെസിപ്പി ആണെങ്കിൽ പോലും ഇപ്പോൾ ചിക്കൻ നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസ്, നിങ്ങളുടെ കൈവശമുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയിട്ട് ബാക്കിയെല്ലാം ഈ റെസിപ്പി ഇതിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ അവർക്ക് എന്തായാലും ഓട്സ് ഇഷ്ടപ്പെടും. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഓട്സ് മാത്രം എപ്പോഴും ഇങ്ങനെ കാച്ചി കുടിക്കുന്നവർക്ക് അത് മടുപ്പായി വന്നിട്ടുണ്ട്, ഷുഗർ പേഷ്യൻസിനൊക്കെ. അപ്പോൾ എപ്പോഴും ഓട്സ് കഴിക്കുന്നു, എനിക്കിപ്പോൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. ഇതേ നമ്മുടെ ഇവിടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി അടിച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഓട്സ് എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് 1/2 കപ്പ് ഓട്സ് മാത്രം മതിയെങ്കിൽ അതനുസരിച്ച് വെജിറ്റബിൾസിൻ്റെയും ഈ തക്കാളി ജ്യൂസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറക്കാവുന്നതാണ്. ഇനി ഇതൊരു 3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഓട്സ് ഏകദേശം 4 പേർക്കോളം കഴിക്കാവുന്നതാണ്. ഇനി ഓട്സ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും ചേർത്താണ് ഞാനിവിടെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോഴേക്കും കുറച്ച് വെള്ളം കൂടുതൽ വെക്കുക. ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. ചിക്കൻ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ സമയം നോർമൽ വാട്ടർ തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതൽ വെക്കണം. ഓട്സ് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ എടുക്കണം, എന്നാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതൊരു അറേബ്യൻ ഡിഷ് ആയതുകൊണ്ട് ഇതിലേക്ക് ചെറിയ ജീരകപ്പൊടിയും ചേർക്കാറുണ്ട്. ഞാനിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മുടെ കേരളത്തിൻ്റെ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുക്കുമ്പോഴേക്കും ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് ഓട്സും ഒരു ചെറിയ കഷ്ണം ചിക്കനും ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഈ സൂപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കണം. ഇതൊരു സൂപ്പ് റെസിപ്പി ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം വേണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ച് കിട്ടണം. ഇപ്പോൾ ഇതിവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഓട്സൊക്കെ വെന്തോ കറക്റ്റായോ എന്ന് നമുക്ക് നോക്കാം.
വെജിറ്റബിൾസും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പുമൊക്കെ നോക്കാവുന്നതാണ്. ചിക്കൻ ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളും എല്ലാം കഴിക്കും. ഒരു ചെറിയ പീസോളം ചിക്കൻ മതി നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ. നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതി. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ക്യാരറ്റും ബീൻസും തന്നെ ചേർക്കണമെന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ ഇത് എടുക്കേണ്ടത്. ഒറ്റ ഡിഷ് മതി രാത്രിയിൽ ഒക്കെ തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പൂപ്പനും അമ്മമ്മയും കുട്ടികളും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായി ഞാൻ ഇനിയും എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.